പുതിയ സാറാണോ? അതെ. യുവർ ഗുഡ് നെയിം സർ? നന്ദൻ, നന്ദകുമാർ വർമ്മ. വരുന്നുണ്ട്. ഞാനേ പകപ്പെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചായയുടെ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. താങ്ക് യു. എവിടെയാ ചട്ടിയും കൊണ്ടു? ആ, ചട്ടിയും കൊണ്ടും കടയിൽ പോയി. ഇല്ലല്ലോ, അതിന് നിഴല് പുറകോട്ട് പോകുന്ന ഞങ്ങൾ കണ്ടു. മറിയാമ്മ ചേർത്തി, ഇന്ന് ഞങ്ങൾക്കും വേണം ബ്രേക്ക്ഫാസ്റ്റ്. പഴങ്ങഞ്ഞി വേണ്ട, പുട്ടും കടലയും മതി. അവളുടെ ഒരു പുട്ടും കടലയും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെയുള്ള നിങ്ങൾ 4 എണ്ണത്തിന് വെച്ച് വിളമ്പിയേ ഞാൻ ഈ കോലത്തിലായി. ഇനി വരുന്നതിനൂടെ വെച്ച് വിളമ്പാനേ എന്നെ കിട്ടത്തില്ല. അതിനെ വേറെ ആളെ നോക്കണം. അവളുടെ ഒരു പുട്ടും കടലയും. ഇന്ന് പതിപോലെ തന്നെയാ. വേഗം റെഡിയാവ്. ഞങ്ങളുടെ സമയം ആവുന്നില്ലേ ഉള്ളൂ. 9:25. ഇപ്പൊ ബെല്ലടിക്കും. വേഗം വാ. കഞ്ഞി പഴങ്കഞ്ഞി മതിയോ അതോ ഇനിയും വേണോ? ഇപ്പോഴത്തേക്ക് ഇത്രയും മതി. ചേർത്തി, പുട്ടും കടലേ റെഡിയായില്ലേ? ഓ ഉണ്ട്. എന്നാ അതൂടെ അടുത്തേക്ക്. എന്റെ കർത്താവേ, ഈ തിന്നുന്നതൊക്കെ എവിടെ പോണോന്തോ. മറിയാൻ പറ്റെടുത്തിട്ട് പഴങ്കഞ്ഞി ചെത്തി. ചെത്തറിന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കെമിസ്ട്രി സാറ്. സാറോ? നമ്മുടെ ജോസഫ് സാറിനെ പോലെ കിളവൻ കഷണ്ടി ഒന്നും അല്ല. റഹ്മാൻ സാറിനെ പോലെ ഈഡിയമിനും അല്ല. 6 അടി 2 ഇഞ്ചിലൊരു യുവ കോമള. 2 ഇഞ്ച് നീ കൂട്ടി പറഞ്ഞോ. കിടക്കെട്ടെന്ന് എന്റെ വകയായിട്ട്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? മെസ്സേജ് കൊണ്ട് ആളെത്തി. എവിടെ അവള്? അപശ്രുതി, ചത്തോ? ചത്തോ നിന്റെ പറത്ത വല്യപ്പനാടി. ഓ, ജീവനുണ്ട്. മതിയുടെ കുളിച്ചത് ഇറങ്ങി വാ. ഇങ്ങനെ ഇറങ്ങി വന്നാ ബോറാവും. വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ. വാഷിംഗ് പൗഡർ തേച്ചാണ് കുളിക്കുന്നത്. വെണ്മയെത്രയോ വെണ്മയെത്രയോ വെണ്മയെത്രയോ. ഓ, ഇവിടെ വെളുക്കാൻ വേണ്ടി നീലം മുക്കുക. നമ്മുടെ കോളേജാകുന്ന മരുഭൂമിയിലേക്ക് ആദ്യത്തെ മഴത്തുള്ളിയായി ഒരു പുതിയ സാർ വന്നെത്തിയിരിക്കുന്നു. ഞാൻ കേട്ടു. അതാണ് കുളി വിസ്തരിച്ചാക്കിയത്. ഗ്ലാമർ ഒട്ടും കുറയരുതല്ലോ. അതുള്ളവര് നോക്കിയാ പോരെ? അതെ, അതുള്ളവരുടെ കാര്യം പറഞ്ഞേ. പറ, നമ്മൾ എങ്ങനെ തുടങ്ങണം? സാറിന് എന്തായാലും ഒരു ഗംഭീര സ്വീകരണം കൊടുക്കണം. കൊടുക്കാം. എങ്കിൽ റെഡി? സ്റ്റാർട്ട്. The knowledge about your own potentialities is essential when you approach any subject. The moment a student feels confident about his potentialities and goes about the learning business with determination and grit, there is no stopping him, and there is hardly anything that he cannot accomplish. For this you need inspiration. I'll try my level best to give you that inspiration. Excuse me, sir. Yes? Shall we? ഈ ക്ലാസ്സിലാണോ? അതെ സർ, ഇന്നലെ വരെ ഞങ്ങൾ ഈ ക്ലാസ്സിലായിരുന്നു. എന്താ ലേറ്റ് ആയത്? പൗഡർ തീർന്നു പോയി സർ. സൈലൻസ്. എന്താ പറഞ്ഞേ? ഈ മോട്ടറിന്റെ പൗഡർ ഇല്ലേ, അത് തീർന്നു പോയി സർ. പിന്നെ അത് ഷോപ്പിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നു. നോക്കിയപ്പോ ടിന്നിന് ഹോളില്ല അല്ലേ? പിന്നെ റാണി തപ്പിയെടുത്തോ ഹോൾസ് ഉണ്ടാക്കി ഞങ്ങൾ എല്ലാരും പൗഡർ ഇട്ട് വന്നപ്പോ നേരെ ഒന്ന് വൈകി. പുതിയ സാറിന്റെ ആദ്യത്തെ ക്ലാസ് വരുമ്പോ ഞങ്ങൾ ഇച്ചിരി സുന്ദരികളാവണ്ടേ? നിലവാരമുള്ള തമാശകൾ കേട്ടാലേ ചിരിക്കാവൂ. പഠിത്തത്തിലൂടെയും നല്ല പെരുമാറ്റത്തിലൂടെയും വേണം ശ്രദ്ധ പിടിച്ചു പറ്റാൻ. കയറിയെന്നോളൂ. താങ്ക് യു സർ. Okay, let's continue. 1 second sir. Yes. എന്റെ തമാശയ്ക്ക് നിലവാരമില്ലെന്ന് സാർ പറഞ്ഞല്ലോ. നിലവാരമുള്ള 1-2 തമാശ സാറ് പറഞ്ഞാ ഞങ്ങൾ ചിരിക്കാം. തമാശയല്ല എന്റെ സബ്ജക്ട്, കെമിസ്ട്രിയാണ്. എങ്കിൽ പിന്നെ എന്റെ തമാശയുടെ നിലവാരം സാർ എങ്ങനെ അളക്കും? എന്താ ഇയാളുടെ പേര്? ശ്രുതി. ശ്രുതി? ഞങ്ങളൊക്കെ അപശ്രുതി എന്നാ വിളിക്കാം. ഓഹോ. ഇവളുടെ പേര് അറിയോ സാറിന്? കാർബൺ കോപ്പി. കാർബൺ കോപ്പി വെച്ച് ലവ് ലെറ്ററുകളുടെ പണി. ഒരു ലെറ്റർ പേര് മാറ്റി 4 മണ്ടൻ ബോയ്ഫ്രണ്ട്സ് അയച്ചവളാ. 4 പേർക്കല്ല 6 പേർക്ക്. Stop it. I won't tolerate any atrocities in my classroom. If anybody trying to play over smart, I'll clear them out. Mind it. But sir? No. My predecessor has gone up to isomerism. But still,
I'll start with isomerism. What is isomerism? എന്നാ പിന്നെ സ്വീകരണം കൊടുക്കാല്ലേ? Simply a molecular formula is not the last word about an organic compound. The same set of atoms can be arranged in a number of ways to make more than one organic compound. For example, C4H10 is the molecular formula for butane. എന്താ ഇവിടെ? എന്താ ചോദിച്ചേ? മിസ്റ്റർ നന്ദൻ, വാട്ട് ദ ഹെൽ ഈസ് ഗോയിങ് ഓൺ ഹിയർ? I don't know. I think you know better than me about these girls. പുതിയ സാറിന് സ്വീകരണം കൊടുത്തതാ ആചാരവെടി. തോക്കില്ലാത്തോണ്ട് പടക്കം. ആഹാ, അത്രക്കായ. ആരാ ഇത് ചെയ്തത്? എനിക്കത് ഇപ്പൊ അറിയണം. ഒരു പുതിയ സാറ് വന്നാൽ എങ്ങനെയാണോ പെരുമാറുന്നത്? ഈ കോളേജിന് ഒരു സൽപ്പേരുണ്ട്, ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ശ്രമിക്കുക. ആരാ ഇത് ചെയ്തതെന്നാ ചോദിച്ചത്? 10,000 കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കോളേജില്. എന്നിട്ട് ആ ക്ലാസ്സിൽ നിന്ന് മാത്രമാണല്ലോ കംപ്ലൈന്റ്. അറിഞ്ഞോണ്ടായിരുന്നല്ലേ ഞങ്ങൾ എന്ത് പണിഷ്മെന്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കോളേജിലേക്ക് ഇറങ്ങാൻ നേരത്താ ഡാഡിയുടെ ഈ കത്തും പാഴ്സലും വന്നത്. ദീപാവലി അല്ലേ, മൂക്കും കൂട്ടാറും കത്തിക്കാൻ ഇത്ര പടക്കം അയക്കുന്നു എന്ന് കത്തിൽ എഴുതിയിരുന്നു. ഇവിടെ ഞാൻ കിട്ടാത്തൊരു സാധനമാണോ പടക്കം? പടക്കം വാങ്ങാൻ പണം അയച്ചാ പോരെ ഡാഡിക്ക്? ഒരബദ്ധം എനിക്ക് പറ്റി മാഡം. ഞാനത് ക്ലാസ്സിന് ശേഷം തുറന്നു നോക്കിപ്പോയി. പക്ഷെ ആ നേരത്തെ എവിടുന്നാ സ്പാർക്ക് ഒന്നും എനിക്കറിയില്ല. എന്റെ കഷ്ടകാലം. പടക്കം അങ്ങ് പൊട്ടി. ഡാഡിയാണ് സത്യം. ഇതാണ് സംഭവിച്ചത്. ഡാഡി എഴുതിയ കത്തിഞ്ഞെടുക്കൂ, കാണട്ടെ. പടക്കത്തിനൊപ്പം അതും കത്തിപ്പോയി. ഈ ബ്ലണ്ടേഴ്സ് ഒന്നും ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയല്ലോ മാഡം. നോ, ഞാൻ ഒരു ചാൻസ് കൂടി തരുന്നു. ഇനി ചെറിയൊരു കംപ്ലൈന്റ് കിട്ടിയാൽ മതി. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല, മനസ്സിലായോ? കഴിക്കാൻ എന്തെങ്കിലും വാതിന് വേണ്ടെങ്കിൽ അതങ്ങ് മാറ്റാം. എന്തിനാ ദിവസം അതിങ്ങനെ ചവിട്ടി പൊളിക്കുന്നേ? എന്നും ചവിട്ടിയാലല്ലേ എന്നും ചേർത്തിട്ട് തെറിയേക്കാൻ പറ്റൂ. അറിഞ്ഞോ വിശേഷം? അറിഞ്ഞില്ല. ഇന്നയുടെ ക്ലാസ്സിൽ പടക്കം പൊട്ടി. അതാണ് അരി കൈകിടുമ്പോ പൊട്ടോന്നൊരു ശബ്ദം ഞാൻ കേട്ടത്. എങ്ങനെ? ആചാരവെടി. ഞങ്ങളുടെ പുതിയ കെമിസ്ട്രി സാറിനൊരു വെൽക്കം. നോക്കിക്കോ നോക്കിക്കോ, കുട്ടിയുടെ തോന്നിയാസം മുഴുവനും ഞാൻ അപ്പച്ചനെ എഴുതി അറിയിക്കുന്നുണ്ട്. കുഞ്ഞുമോട് അപ്പച്ചൻ ഏർപ്പാടാക്കിയ ആളാണെന്ന് വെച്ച് അങ്ങനെ കുഞ്ഞുമോളെ മാത്രമായിട്ട് നന്നാക്കലൊന്നും വേണ്ട. ഗുണദോഷിക്കുമ്പോ ഞങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. കാരണം ഞങ്ങൾക്ക് നന്നാവണം. എന്നാ എല്ലാരും നിരന്നിരിക്കെ, ഞാൻ കുറച്ചു നേരം ഗുണദോഷിക്കാം. ഗുണദോഷിക്കാൻ പറ്റിയ ചരക്ക് പോയി കഴിക്കാൻ വല്ലതും എടുക്കുകയാണി. ദേ, എന്നെ കേവിന്ന് വിളിക്കരുത്. അത് മാത്രം എനിക്ക് പിടിക്കില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ചാലേ നിങ്ങളെപ്പോലെ 3-4 എണ്ണത്തിന് പെറണമല്ലോന്ന് വിചാരിച്ചിട്ടാ ഞാൻ കല്യാണം പോലും കഴിക്കാതെ കന്യായിട്ട് നിൽക്കുന്നത്. ശരി കന്യാമറിയാമേ.